ഡ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവർക്കും സ്വാഗതം. നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞ് സൈനികനായി പോകാനായിട്ട് വന്ന നമ്മുടെ ചുണക്കുട്ടികളുടെ ഒരു ആദരവിനായിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ലീവിന് വന്ന സമയത്ത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പലരും എത്താൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ളവരെ വിളിക്കുന്ന സമയത്ത് വീണ്ടും ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോഴത്തെ ചുണക്കുട്ടികൾക്ക് ചെറിയൊരു ആദരവ്. നമ്മൾ സൈനികനായി ഡ്യൂട്ടി ചെയ്യാൻ കുട്ടികൾ പോവുകയാണ്. ഒരു ഡ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രീതിയിൽ ഒരു ആദരവ് നമ്മൾ കൊടുക്കുകയാണ്. ഈ കുട്ടികൾ ഇനി കുറച്ച് നാൾ നല്ലതുപോലെ സേവനത്തിനായി പോയി നല്ല രീതിയിൽ തന്നെ അവരുടെ ഡ്യൂട്ടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് വരട്ടെന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇവർ ചെറിയ നമ്മുടെ ചുണക്കുട്ടികൾ ഡ്രോണ ഡിഫൻസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുണക്കുട്ടികൾക്ക് ഒരു സ്നേഹാദരവ് എന്നും നിലനിന്ന് തന്നെ മുന്നോട്ട് ഇവരുടെ സേവനത്തിൽ സർവീസിൽ ഏറ്റവും നല്ല ഇതായിട്ടൊരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടിയാണ് ഇവരെ വിളിച്ചാൽ. കൂടാതെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല പ്രവൃത്തിയാണ്. ഓക്കെ, നമുക്കെന്നാ എല്ലാവർക്കും കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോവാം. നമുക്ക് കുറച്ച് നേരം സൈനിക സേവനത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. അവധിക്കായിട്ടാണ് 28 ദിവസം അവധിക്കായിട്ടാണ് നാട്ടിലെത്തിയിരിക്കുന്നത്. നിറയെ കുട്ടികള് ഇനി പല മേഖലകളിലോട്ടായിരിക്കും പോകുന്നത്, പല യൂണിറ്റിലോട്ടായിരിക്കും. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഏതൊക്കെ യൂണിറ്റിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. അതിനായി നമ്മളെ സച്ചു ഏത് യൂണിറ്റിലോട്ടാണ്? ഫീൽഡ് നാസിക്കിലോട്ടാണ് കുട്ടി പോകുന്നത്. ഓക്കെ, ഈ കുട്ടികളെല്ലാം ഇപ്പം നമ്മുടെ ബാക്കി കുട്ടികൾ ഇതുവരെ എത്തിയിട്ടില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഈ സമയത്ത് ഈ 4 പേരെ എത്തിയിട്ടുള്ളൂ. ഏകദേശം 15 കൂടുതൽ കുട്ടികളാണ് ഉള്ളത്. നമുക്ക് ഇവരുടെ എക്സ്പീരിയൻസ് ഇവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഡ്രോണയിൽ എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ക്ലാസ്സുകളും ഡ്രോണയുടെ എങ്ങനെയാണെന്നുള്ള അവര് തന്നെ സ്വയം പറയുന്നതായിരിക്കും. കാരണം ഒരാള് പറഞ്ഞാൽ മതി കറക്റ്റായിട്ട് എങ്ങനെയാണ് ഞാൻ ട്രെയിനിങ് കൊണ്ടുപോകുന്നത്. ഇതുവരെ 17 തൊട്ട് ഇന്ന് വരെയുള്ള ട്രെയിനിങ്ങിനകത്ത് ഇപ്പൊ കഴിഞ്ഞ എന്റെ അങ്ങേ ബാച്ചിലുള്ള കുട്ടികളാണ് ഇത്രത്തോളം കുട്ടികൾ നമ്മൾ പോയി ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇങ്ങോട്ട് വന്നത്. സൈനിക സേവനത്തിന് പോകുന്നതിന് മുമ്പുള്ള അവധി 28 ദിവസം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ സമയത്ത് കുട്ടികളെ ഒന്ന് വിളിച്ച് ആദരിക്കാനുള്ള ചടങ്ങുകളാണ് ഇത് നടന്നിരിക്കും. ഓക്കെ, അവിടെ തന്നെ പറയും എന്താണ് ഈ അവരുടെ എക്സ്പീരിയൻസ് ഈ ഡ്രോണയിൽ അവർക്ക് കിട്ടിയത് എന്താണെന്ന്. ട്രെയിനിങ് 1.5 മണിക്കൂർ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് കയറാൻ പറ്റുന്നത്. പിന്നെ ക്ലാസ് 45 ദിവസമുള്ള ക്ലാസ് ആണ്. ക്ലാസ്സും ഫിസിക്കലും എല്ലാം നിലവിൽ കിട്ടിയ ഒരു ഭാഗത്താണ് വലിയ കയറി പോകാൻ പറ്റും. പിന്നെ സാറിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും സാറിന്റെ സപ്പോർട്ട് കാര്യങ്ങളുണ്ടായിട്ട് കയറാൻ പറ്റിയത് ഇപ്പോഴും പറയും.